തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ പരാജയപ്പെട്ടിട്ടും പിന്നീട് വിജയിച്ച ഒരാൾ, അങ്ങനെ വിജയിച്ചിട്ടും ഒരു ദിവസം പോലും MP ആയി തുടരാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ നേതാവ് PM ഇസ്മായിൽ എന്ന രാഷ്ട്രീയ നേതാവിനെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത് ഇങ്ങനെ കൂടിയാണ്. 2004 തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ജയിക്കും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. കാരണം മൂവാറ്റുപുഴ മണ്ഡലത്തിൽ ഒരു ത്രികോണ മത്സരമാണ് അന്ന് നടന്നത്. യഥാർത്ഥത്തിൽ ആദ്യഘട്ടത്തിൽ ഈ UDFും LDFും തമ്മിലായിരുന്നു മത്സരം. ജോസ് കെ മാണിയായിരുന്നു എതിർ സ്ഥാനാർത്ഥി. അപ്പോഴാണ് NDAയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ശ്രീ PC തോമസ് രംഗത്ത് വരുന്നത്. സുപ്രീം കോടതിയിൽ നിന്ന് വിധി വന്നപ്പോഴേക്കും ലോക്സഭയുടെ കാലാവധി കഴിഞ്ഞു. ലോക്സഭയുടെ കാലാവധി കഴിയുക മാത്രമല്ല ഉണ്ടായത്, മൂവാറ്റുപുഴ മണ്ഡലം എന്ന് പറയുന്നത് ഇല്ലാതെയായി, ഇടുക്കി മണ്ഡലമായിട്ട് മാറി. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സാഹചര്യത്തിൽ പിന്നെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതായിട്ട് ഡിക്ലെയർ ചെയ്യാൻ കഴിയില്ല. ആ ഒരു സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കാതെ തന്നെ ഹൈക്കോടതിയുടെ ബാക്കി എല്ലാ കണ്ടെത്തലുകളും ശരിയാണെന്നുള്ള നിലയിൽ ആ കോടതി വിധി അംഗീകരിച്ചാണ് ശ്രീ PC തോമസിൻ്റെ ഇലക്ഷൻ സെറ്റിസൈഡ് ചെയ്തത്. ജയിച്ചു എന്ന് പ്രഖ്യാപിച്ചിട്ടും ഒരു പാർലമെൻറ്റ് അംഗം എന്ന നിലയിലുള്ള ഒരു ആനുകൂല്യവും ലഭിച്ചിട്ടില്ല. യാതൊരു ആനുകൂല്യം ലഭിച്ചിട്ടില്ല. ആനുകൂല്യം ലഭിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും സത്യപ്രതിജ്ഞ ചെയ്യണം. സത്യപ്രതിജ്ഞയാത്ത ഒരാൾക്ക് ഒരു കാരണവശാലും ഒരു ആനുകൂല്യം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നീട് കേസിന് പോകുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല. ഇനി ഇങ്ങനെ ആനുകൂല്യങ്ങൾ വേണം എന്ന് പറഞ്ഞിട്ടൊരു കേസിനെ കുറിച്ച് ഞാൻ പിന്നെ ആലോചിച്ചിട്ടില്ല. തിരഞ്ഞെടുപ്പ് കേസുകൾ അനന്തമായി നീണ്ടുപോകുന്നതിൻ്റെ ഒരു ഇര കൂടിയാണ് PM ഇസ്മായിൽ. ഇനിയെങ്കിലും ഇതൊരു മാതൃകയായിക്കൊണ്ട് കാര്യക്ഷമമായിട്ടുള്ള ഇത്തരം കേസുകൾ സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതിൻ്റെ കൂടി പ്രാധാന്യം ഈ സംഭവം വിളിച്ചോതുന്നുണ്ട്. മൂവാറ്റുപുഴയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.